ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ ആലോവേര മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ. കാരണം എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല ഡ്രൈ ആണ്, അതുകൊണ്ടാട്ടോ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ നല്ല റഫായിട്ടിരിക്കും ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് ഞാനിത് എപ്പോഴും അപ്ലൈ ചെയ്തിട്ടേ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ നാച്ചുറൽ ഗ്ലൂ കിസർ ഫേസ് ക്രീമാണ്. ഇതും ഹിമാലയയുടെ തന്നെ കേട്ടോ. ആ ആലോവേറ ഫേസ് ജെല്ലും ഹിമാലയയുടേതാണ്, ഇതും ഹിമാലയയുടേതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിമാലയയുടെ പ്രോഡക്റ്റ്സൊക്കെ. അപ്പം ഞാനതെൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ എപ്പോഴും എനിക്ക് ഹിമാലയയുടെ പ്രൊഡക്റ്റാണ് മേടിച്ച് തരാറുള്ളത്. പിന്നെ ഞാൻ സൺസ്ക്രീൻ വലുതായിട്ട് ഇടില്ല കേട്ടോ, എൻ്റെ അമ്മയാണ് കൂടുതലും ഇടുന്നത്, ഞാനധികം ഇടാറില്ല. പറയും ഇത് നല്ലതാ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയും, എന്നാലും എനിക്ക് വലിയ താല്പര്യമില്ല സൺസ്ക്രീനിടെ. വല്ലപ്പോഴൊക്കെ തോന്നിയോ ഇടും, അങ്ങനെയെന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫേസ് കണ്ടിട്ട് എനിക്ക് ഇതിൻ്റെ ചിരി വന്നു ഗൈസ്. ഞാൻ ഇങ്ങനെ കേട്ടോ എപ്പോഴും ഇത് നമ്മുടെ ഫേസിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഡോട്ടായിട്ട് ഇട്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. പണ്ട് ഞാൻ പൗഡറും അങ്ങനെയായിരുന്നു കേട്ടോ, ഇപ്പോൾ ഞാൻ പൗഡർ അങ്ങനെയല്ല, ഞാൻ ഡാബ് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ നെക്കിലും ഫേസിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാജലാട്ടോ ഇത് കൊടുക്കുന്നത്. ഇത് ഹിമാലയയുടെ കാജലാട്ടോ. എനിക്കിതിൽ നോക്കി എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മിററിൽ നോക്കിയാണ് പിന്നെ പോയി എഴുതിയത്. അപ്പോൾ ഞാൻ നന്നായിട്ട് എഴുതി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇവിടെ ഡാസ്ലറിൻ്റെ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. അപ്പോൾ ഞാൻ അതും എഴുതി കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഭയങ്കര കുറവാണ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഞാൻ ഇവിടെ ഒന്നും കൂടെ അതൊന്ന് മിനിയാക്കി എടുക്കുകയാണ്, കാരണം അവിടെ ഇത്തിരി കുറഞ്ഞു പോയി ഒന്നിൻ്റെ ഡൗട്ട്. അപ്പം ഞാൻ അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് പൊട്ട് കുത്തുന്നത് ആണ് ഇഷ്ടം. പൊട്ട് കുത്താതിരുന്ന എനിക്ക് എന്തോ എൻ്റെ ഫേസിലെന്തോ അപാകതമാണൊക്കെ തോന്നും. അപ്പോൾ ഞാൻ പൊട്ടും കുത്തി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഈ ഒരു പൊട്ട് ഞാൻ വേറെ രീതിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെയായി. പിന്നെ ഞാൻ എൻ്റെ തലയുടെ ജടയൊക്കെ കളഞ്ഞ് തല കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെളിയിൽ വന്നാണ് തല കെട്ടിയത് ഇന്ന്. നല്ല ജട അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും എണ്ണ തേച്ചിരിക്കുന്നതുകൊണ്ട് അത്രയ്ക്കില്ല. ഞാൻ എൻ്റെ മുടി പിന്നി കെട്ടിയിട്ടാണ് ഇരിക്കാറുള്ളത്, അതാകുമ്പോൾ പിന്നെ അധികം ജടയില്ല. ഞാൻ കിടക്കുമ്പോഴും പിന്നി കെട്ടിയിട്ടാട്ടോ കിടക്കാറുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നൊരു പഫ് കൊടുക്കാമെന്ന് വിചാരിച്ചു, അതാണ് ഈ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡും അങ്ങനെ കൊടുക്കുന്നുണ്ട്, കണ്ടോ. സത്യം പറഞ്ഞാൽ ഇത് ആദ്യമൊക്കെ ഞാൻ എങ്ങനെ കെട്ടുകയെന്ന് വിചാരിച്ചിട്ടിരുന്നത്. ഫസ്റ്റ് കുറേ പേര് കെട്ടി കണ്ടപ്പോൾ ഇതെങ്ങനെയാണെന്ന് കെട്ടുകയെന്നാണ് ഞാൻ കണ്ടത്. പിന്നെ അല്ലേ എൻ്റെ ബുദ്ധിയിൽ വെച്ചത് ഇത് ഇത്രയേ ഉള്ളൂ, ഇത് സിമ്പിളാട്ടോ. എൻ്റെ കൂട്ടുകാരികൾ എല്ലാവരും ചോദിക്കും ഇതെങ്ങനെയാണ് ഇത്ര നന്നായിട്ട് കിട്ടുന്നതെന്ന് ചോദിക്കും. ഞാൻ പറയും ഇത്രയേ ഉള്ളൂ എന്ന് പറയും. അവർക്കൊന്നും നേരെ വരാറില്ല കേട്ടോ, ചിലവർക്കൊന്നും. അപ്പോൾ ഞാൻ രണ്ട് സൈഡ് നല്ല വൃത്തി കെട്ടിക്കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അങ്ങനെ രണ്ട് സ്ലൈഡും കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ബേബി ഹെയർസും എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കമ്മലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കമ്മലിട്ട് കൊടുക്കാമെന്ന്, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. ഇത് ഞാൻ വെളിയിൽ വന്നിട്ടാട്ടോ ഇതൊക്കെ ചെയ്താൽ. വെളിയിൽ നോക്കിയപ്പോൾ നല്ല വെട്ടമുണ്ട്. ഞാൻ റൂമിലാണെങ്കിൽ ഇത് ലൈറ്റ് ഇട്ടിട്ടാണ് ഇരുന്നത്, വെളിയിൽ വന്നപ്പോൾ നല്ല വെട്ടമുണ്ട് ഗൈസ്, കണ്ടോ. അപ്പോൾ ഞാൻ രണ്ട് കമ്മലും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കമ്മൽ രണ്ട് കമ്മൽ. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ ലിപ് ബാമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ലിപ് ബാം. അങ്ങനെ നമ്മുടെ ലിപ് ബാമും കൂടി ഞാൻ ലിപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല കേട്ടോ, മാർക്സൊന്നും അധികം വെച്ചിട്ടില്ല. ഈ ലിപ് ബാമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ് ബാം. എൻ്റെ ലിപ്പും നല്ല ഡ്രൈ ആണ്, അതുകൊണ്ട് ഞാൻ ലിപ് ബാം എപ്പോഴും ഇട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കണ്ടോ എനിക്ക് സെറ്റ്. അപ്പോൾ ഇതുണ്ടോ എൻ്റെ ലുക്ക്. പിന്നെ ഞാൻ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു കേട്ടോ, അതെന്തായാലും ഞാൻ ലാസ്റ്റ്
കാണിക്കുന്നതാണ്. കണ്ടോ, ഇത് ഞാൻ എൻ്റെ ടോപ്പ് ഒരു കാണിച്ചിട്ടുള്ളൂ. ഇതാണ് ഗൈസ് എൻ്റെ ഓവറോൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ? സോറി. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതേ ഞാൻ ബ്രേസ്ലെറ്റ് ഇടാനാണ് മറന്നുപോയത്. അതിനിത് ഇതിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.